വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കെ സത്യവിശ്വാസികൾ ഒരു ആപത്തിലകപ്പെട്ടു. ടൈഗ്രീസ് പാലം ഒരു മുസ്ലിം ഭടൻ അബദ്ധത്തിൽ തകർത്തതിനെ തുടർന്ന് മുസ്ലിം സൈന്യം കൂട്ടത്തോടെ നദിയിൽ വീണു. ചിലരൊക്കെ ഓടി രക്ഷപ്പെട്ടു. മുസ്ലിം സൈന്യാധിപൻ അബൂ ഉബൈദു സഖഫി യുദ്ധത്തിൽ രക്തസാക്ഷിയായി. അപകടത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഭീകരതയാൽ ഓടി രക്ഷപ്പെട്ടവരിൽ സഅദ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം മുമ്പൊരിക്കലും ഭീരുത്വം കാണിച്ചിട്ടില്ല. ജീവഹാനി ഭയന്ന് ഏതെങ്കിലും യുദ്ധത്തിന് പോകാതിരിക്കുകയോ യുദ്ധരംഗത്ത് നിന്ന് ഓടിപ്പോവുകയോ ചെയ്ത ചരിത്രവുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു. വിശാലമായ മരുഭൂമികൾ പിന്നിടുമ്പോൾ താൻ മഹാപാതകിയാണെന്ന ചിന്ത സഅദിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. മദീനയിലെത്തി ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സഅദ് റളിയല്ലാഹു അൻഹുവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഇരുവരും ഒന്നും സംസാരിച്ചില്ല. എന്നാൽ അവരുടെ മുഖഭാവം വാചാലമായിരുന്നു. ഒരു നിർണായക ഘട്ടത്തിൽ സഅദിനെ പോലെയുള്ള ഒരു ത്യാഗവര്യൻ യുദ്ധരംഗത്ത് നിന്ന് ഓടിപ്പോന്നതിലുള്ള പ്രതിഷേധം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തും അങ്ങനെ സംഭവിച്ചു പോയതിലുള്ള മനസ്താപവും കുറ്റബോധവും സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു. അങ്ങനെ മൂകരായി തന്നെ അവർ അന്യോന്യം പിരിഞ്ഞു. ഷാമിലേക്കുള്ള സൈന്യത്തെ യാത്രയാക്കുമ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. താങ്കൾ ഷാമിൽ പോകുന്നോ? സത്യവിശ്വാസികൾ അവിടെ വിഷമത്തിലാണ്. ശത്രുക്കൾ അവരെ വളഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് അപമാനം കഴുകിക്കളയാൻ അവസരം കിട്ടിയേക്കും, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ ഓടിപ്പോന്ന രാജ്യത്ത് പോയി യുദ്ധം ചെയ്യണമെന്നായിരുന്നു സഅദിൻ്റെ ശാഠ്യം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ ഓടിപ്പോന്ന രാജ്യത്ത് അതേ ശത്രുവിനോട് എനിക്ക് യുദ്ധം ചെയ്യണം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സഅദ് ഇബ്നു അബീ വഖാസിന്റെ നേതൃത്വത്തിൽ പേർഷ്യയിലേക്ക് പുറപ്പെട്ട സൈന്യത്തിൽ അദ്ദേഹവും പോയി.